ഹായ്, ഞാനിന്ന് ഒരു ആപ്പിൾ കേക്കാണ് ഉണ്ടാക്കിയത്. സിനമൺ പൗഡർ, പിന്നെ ച്യൂവബിൾ ആയിട്ടുള്ള ആപ്പിൾ പീസസ് ഒക്കെ ഇട്ട് വളരെ മോയിസ്റ്റ് ആയിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കേക്കാണ് ഇന്ന് നമ്മൾ ചെയ്തത്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ നമ്മൾ ആപ്പിൾ പ്രിപ്പയർ ചെയ്യാൻ വേണ്ട സോസ് റെഡിയാക്കുവാണ്. അതിനുവേണ്ടി ഞാനൊരു റൂം ടെമ്പറേച്ചർ ബട്ടർ നമ്മുടെ ചൂടായ പാനിലേക്ക് ഇട്ട് കൊടുത്തു. അതിലേക്ക് നമുക്ക് 3 ടേബിൾ സ്പൂൺ ഓൾ പർപ്പസ് ഫ്ലവർ ഇട്ട് കൊടുക്കാം. 1 2 3. എന്നിട്ടൊരു സിമ്മിലിട്ട് നമുക്കൊന്ന് നിന്ന് വിസ്ക് ചെയ്തെടുക്കാം. ആക്ച്വലി നമ്മൾ ഉണ്ടാക്കുന്ന ആപ്പിൾ കേക്കിന് ഒത്തൻറ്റിക്കലി നമ്മൾ ഇതുപോലൊരു സോസ് പ്രിപ്പയർ ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷെ എന്നാലും ഈ സോസ് ഇടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾക്കത് ഇഷ്ടമാവും. നമ്മൾ വീട്ടിൽ ആപ്പിൾ പൈ ഉണ്ടാക്കുമ്പോഴും ഇതേപോലെ നമ്മൾ സോസ് പ്രിപ്പയർ ചെയ്തിട്ടാണ് നമ്മൾ ആപ്പിൾ പൈ ഉണ്ടാക്കാറ്. ഓക്കെ, ഞാനിപ്പോൾ ഇതൊരു 1 മിനിറ്റ് സിമ്മിലിട്ടൊന്ന് വിസ്ക് ചെയ്തു. ഇനി നമ്മൾ ഇതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അതിൻ്റെ പുറമെ നമുക്ക് 1/2 കപ്പ് ബ്രൗൺ ഷുഗർ ഇട്ട് കൊടുക്കാം. വൈറ്റ് ഷുഗർ ആണെങ്കിലും ഇടാം, പക്ഷേ ബ്രൗൺ ഷുഗർ ഇടുമ്പോൾ നമ്മുടെ സോസിന് ഒരു പ്രത്യേക കളർ വരും. അതുകൊണ്ട് ഞാൻ ബ്രൗൺ ഷുഗർ ആഡ് ചെയ്തേ ഉള്ളൂ. നമുക്ക് നല്ലോണം വിസ്ക് ചെയ്യാം. കരിക്കരുത്. ഇനി ഒന്ന് തിളപ്പിക്കാം. ഒരു 3 മിനിറ്റ് അടുപ്പത്തിടുക. ഓക്കെ, അത്രയ്ക്ക് ഈസിയാണ് ഈ സോസ്. എന്നാൽ സൂപ്പർ ടേസ്റ്റാണ്. അത്രേ ഉള്ളൂ. നമ്മൾ അടുപ്പ് ഓഫ് ചെയ്തു. നമ്മുടെ സോസ് റെഡിയായി. ആപ്പിൾ ഞാനിത് 3 വലിയത് ഇതുപോലെ ബൈറ്റ് സൈസ് ആയിട്ടുള്ളത് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. നമ്മൾ ആദ്യം ഇതിലേക്ക് കുറച്ച് സിനമൺ പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാൻ പോവാണ്. ഇതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ സിനമൺ പൗഡർ ഇട്ട് കൊടുക്കാം. 1 പിഞ്ച് ഉപ്പ് ഒരു സ്വാദിന് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുകയാണേ. ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിരുന്ന സോസ് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനത് നല്ലോണം മിക്സ് ചെയ്യാണ്. നിങ്ങൾ സോസ് ചെയ്ത് കഴിഞ്ഞിട്ട് കുറച്ച് നേരം സോസ് അവിടെ നിന്ന് പോവുകയാണ്, അതായത് നിങ്ങൾ വേറെ എന്തെങ്കിലും കാര്യത്തിൽ പോവുകയാണെങ്കിൽ സോസ് കട്ടയായി പോവും. അപ്പം നിങ്ങളൊരു സ്വല്പം ചൂടുവെള്ളം ഒഴിച്ചൊന്ന് മിക്സ് ചെയ്താൽ മതി. അപ്പം ഇങ്ങനെ മിക്സ് ചെയ്യാൻ പറ്റുന്ന കൺസിസ്റ്റൻസിയിൽ നമ്മുടെ സോസ് കിട്ടും. അപ്പം ഞാൻ ആപ്പിളിലേക്ക് നമ്മുടെ സോസ് നല്ലോണം ഒന്ന് കോട്ട് ചെയ്തു. അത്ര മതി. ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം. ഞാനിപ്പോൾ നമ്മുടെ അവൻ 180 ഡിഗ്രി സെൽഷ്യസിന് പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ബേക്കിംഗ് ട്രേയും കൂടെ സെറ്റ് ചെയ്യാം. ബേക്കിംഗ് ട്രേ ഞാൻ ബട്ടർ തേച്ച് അതിൻ്റെ പുറത്ത് പാർച്ച്മെൻറ്റ് പേപ്പർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് നമ്മുടെ മിക്സറിൽ റെഡിയാക്കി എടുക്കാം. ആദ്യം തന്നെ മിക്സറിൽ ഞാൻ 1.5 കപ്പ് ഫ്ലവർ ഇട്ട് കൊടുക്കാൻ പോവാണ്. ഓൾ പർപ്പസ് ഫ്ലവർ 1.5 കപ്പ് ഓൾ പർപ്പസ് ഫ്ലവർ ഇട്ട് കൊടുക്കാം. 1/2 കപ്പ് പഞ്ചസാര, ബേക്കിംഗ് പൗഡർ 1.5 ടീസ്പൂൺ ഇടണം. ബേക്കിംഗ് സോഡ 1/2 ടീസ്പൂൺ. ഇത്ര സാധനങ്ങൾ നമുക്ക് ഒന്ന് അടിച്ചെടുക്കാം. ലോയിലിട്ട് നമുക്ക് ആദ്യം തുടങ്ങാം. ഇനി നമ്മൾ ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. 2 മുട്ട പൊട്ടിച്ചിടാം. 8 ഗ്രാം ഒരു 2 ടേബിൾ സ്പൂൺ പാലും കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇത് നമുക്ക് എല്ലാം കൂടെ മിക്സ് ചെയ്തെടുക്കാം. ഇതിൻ്റെ പുറത്തേക്ക് നമുക്ക് ഒരു 100 ഗ്രാം റേസിൻസ് ഇട്ട് കൊടുക്കാം. ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യത്തിന് കുറച്ചുകൂടെയൊക്കെ 100 ഗ്രാമോ 150 ഗ്രാമോ 200 ഗ്രാമോ ഒക്കെ ആഡ് ചെയ്യാം. ഞാനിപ്പോൾ 100 ഗ്രാം ആഡ് ചെയ്ത് കൊടുത്തു. ഈ സമയത്താണ് നിങ്ങൾ നട്ട്സും കൂടെ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. ഞാനിപ്പോൾ ഈ കേക്കിൽ നട്ട്സ് ആഡ് ചെയ്യുന്നില്ല, പക്ഷെ നിങ്ങൾക്ക് വാൾനട്ട്സ് ഒക്കെ ഇതിൽ ആഡ് ചെയ്താൽ നന്നായിരിക്കും. ഇനി ഇതിൻ്റെ പുറത്തേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ആപ്പിൾ ഇട്ട് കൊടുക്കാൻ പോവാണ്.
ഇത് ഞാനൊന്ന് ഒരു റൗണ്ട് ഒന്ന് ഓടിച്ച് മിക്സ് ചെയ്യാൻ പോവാണ്. ഞാനിപ്പോൾ എല്ലാ ഇൻഗ്രീഡിയൻസും ഒന്ന് നല്ലോണം മിക്സ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് മിക്സർ ഉപയോഗിച്ചത്. അത് ക്രഷ് ആവാൻ പാടില്ല, ബൈറ്റ് സൈസ് ആയിട്ട് തന്നെ കിടക്കണം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇൻഗ്രീഡിയൻസ് റെഡിയായി. ഇനി നമ്മൾ ഇത് നമ്മുടെ ബേക്കിംഗ് ട്രേയിലേക്ക് മാറ്റാം. നമുക്കിനി ഇതൊരു 45 അല്ലെങ്കിൽ 50 മിനിറ്റോളം അവനിൽ വെച്ച് ബേക്ക് ചെയ്തെടുക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ അവൻ 180 ഡിഗ്രി സെൽഷ്യസിലേക്ക് നമ്മൾ പ്രീഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കിനി ഇത് ബേക്ക് ചെയ്യാം.